നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്, ഏത് സമയത്ത് വേണമെങ്കിലും കാണാവുന്നതാണ്. കൂടാതെ തന്നെ നമ്മളുടെ ഒരു നിറഞ്ഞ മനസ്സോടുകൂടിയും പോസിറ്റീവായ ചിന്തകളോടുകൂടി തന്നെ ഓരോ റീഡിങ്സുകളും നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതുപോലെ നമ്മുടെ വരാഹി മന്ത്രത്തെയും മണി അഫർമേഷൻസിനെയൊക്കെ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. അതൊരു ദിവസമോ കുറച്ച് നാളത്തേക്ക് മാത്രമല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ അത് നമ്മുടെ ജീവിതത്തിലൊരു ദിനചര്യ പോലെ അത് ചെയ്തു പോകുക. എന്നും നമ്മൾ ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ആ ഒരു കാര്യവും എഴുതുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോകുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മണി ബ്ലോക്കേജ് തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ്. 100% ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. അത് മണി അഫർമേഷൻസ് മുടങ്ങാതെ ചെയ്യുക. വരാഹി മന്ത്രം, മറ്റുള്ളവരുടെ ബ്ലോക്കേജ്, എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എല്ലാം മാറുന്നതാണ്. പിന്നെ മന്ത്രങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഫലമെന്ന് പറയുന്നത് നമ്മുടെ 7 ചക്രാസുകളും ആക്റ്റീവ് ആകുന്നതുമാണ് കേട്ടോ. മെഡിറ്റേഷൻസിനായിട്ടൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഏറ്റവും പ്രയോജനമാണ് പ്രാർത്ഥനയിൽ നമ്മളുടെ ആ ഒരു അക്ഷരങ്ങളിലൂടെ നമ്മളുടെ ഓരോ ചക്രാസുകളും അതിൻ്റേതായി കണക്റ്റഡ് ആകുന്ന ആ ഒരു ഇത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ചക്രാസുകൾ ആക്റ്റീവ് ആകുകയും നിങ്ങൾക്ക് 7 ചക്രാസും ആക്റ്റീവായി കിട്ടുകയും വളരെയധികം പോസിറ്റീവ് പവർ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 3 ഓഫ് സോർഡ്സ് ആണ്. വളരെയധികം പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം ഒരുപാട് വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് വെച്ച ഏതോ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസ്, ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വളരെയധികം ഒരു സക്സസ് പ്രതീക്ഷിച്ച് ചെയ്ത ഒരു കാര്യത്തിൽ നിന്ന് തന്നെയാകാം നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഫിനാൻസ് കൊടുത്ത ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നല്ല ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായ ഒരു ചതി നിങ്ങൾ നേരിട്ടിരിക്കുന്നു. ഇന്നത്തെ ആ ഒരു ഫീലിങ്സ് നിങ്ങൾ ഇപ്പോഴും ക്യാരി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായി ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി ചതിക്കപ്പെട്ടു എന്നത് മനസ്സിലാക്കി നിങ്ങൾ വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് പ്രതീക്ഷിച്ചതാണ് നിങ്ങളൊരു സക്സസ്, വളരെ ഒരു സക്സസ് പ്രതീക്ഷിച്ചെടുത്തെന്നാണ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് ആവുക, മുന്നോട്ട് പോകുക. കാരണം ഏത് സിറ്റുവേഷൻസിനെയും തരണം ചെയ്യണം എന്നതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. ആ ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസിൽ തകർന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കുക, സക്സസ് നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നാണ് പറയുന്നത്. ദ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. വളരെയധികം കണക്റ്റഡ് ആകുന്നു. നിങ്ങളുടെ യഥാർത്ഥമായ ഒരു ബന്ധം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു. നിങ്ങളുടെ കറക്റ്റ് സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ടിൻ ഫ്ലെയിം ജേണി നിങ്ങളിൽ ഇന്ന് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ഇമോഷൻസ്, ഒരു പ്രണയം നിങ്ങളെ ഇന്ന് തേടി വരുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ഇരുന്ന ഒരു വ്യക്തിയിൽ നിന്നാവാം ഇന്ന് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു. പ്രണയത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരുന്നു. അത് നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനിയിലുള്ള യഥാർത്ഥ വ്യക്തിയാണ്. ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വളരെയധികം ഒരു വിജയത്തിൽ എത്തിച്ചേരുന്നു. ഒരുപാട് ബ്ലെസ്സിങ്സിൻ്റെ ഒരു ഡോർ ഓപ്പണിംഗ് ആയി കിട്ടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ഈ ഒരു വ്യക്തി ഇന്ന് നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ആ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത്. ദ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനോട് കൂടി ചേർന്ന് വരുന്ന കാർഡ്സുകൾ ഏറ്റവും ബ്ലെസ്സിങ്സ്. അതായത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവാം. ആ ഒരു വ്യക്തിയിൽ നിന്നുമുള്ള ആ ഒരു
സിറ്റുവേഷൻസ്, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെ ചേർത്ത് പിടിക്കുന്നു, ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മുന്നിൽ പല കാര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾ കുറേ നാളുകളായിട്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഏതോ ഒരു സിറ്റുവേഷൻസിനെ ഹോൾഡ് ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ചിലപ്പോൾ ഒരു ട്രാവലിംഗ് ആവാം, ഒരു വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് അതൊന്നും നടക്കാതെ നിൽക്കുന്ന വ്യക്തികളാവാം. പക്ഷേ എന്നിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും അതിനെ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിലെ ഒരു സ്വപ്ന സാക്ഷാത്കാരം, നിങ്ങളുടെ ഒരു പ്ലാനാണ്, ഒരു സ്വപ്നമാണ് ഒരു യാത്ര എന്നത്. അതായത് ഒരു ദൂരയാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് അതിനു വേണ്ട ഒരു വ്യക്തിയുമായി ഒരു കണക്ഷൻസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു മാർഗത്തിന് വേണ്ട ഒരു ടൈം കറക്റ്റ് ആകുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഏജൻസോ ഏജൻറ്റുമാരോ ആരായാലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും അതല്ലെങ്കിൽ അതിന് വേണ്ട പ്രോസസ്സിങ് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഈക്വലായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി സാമ്പത്തികമോ സപ്പോർട്ടോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുണ്ടെങ്കിൽ അതിന് വേണ്ട മാർഗവും നിങ്ങളിലേക്ക് തെളിഞ്ഞു വരുന്നു ഇന്നെന്നാണ് കാണാൻ സാധിക്കുന്നത്. ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ചേഞ്ചിങ് സംഭവിക്കുകയാണ്, ലൈഫ് ചേഞ്ചിങ്. ഇത്രയും നാളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് നിങ്ങളെ തേടി വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിന് വളരെയധികം ഒരു ചേഞ്ചിങ് സംഭവിക്കുകയാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ചേഞ്ചിങ് വരുന്നു. കാരണം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫിനാൻസിലാവാം, അതല്ലെങ്കിൽ കരിയർ പരമായിട്ടാവാം, ഇമോഷണലി ആവാം, അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീടോ സ്ഥലമോ ഒക്കെ തേടി നടന്ന് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് ഇല്ലാണ്ട് അതൊരു വല്ലാത്ത ഒരു ഫൈറ്റിംഗ് അവസ്ഥയിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അതും ഒരു മാനസിക പിരിമുറുക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ എത്ര നോക്കിയിട്ടും നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തി ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അവസരം വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ശരിക്കും ഒരു കാർമിക് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇന്ന് അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസിനെ ഇന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തെ നിങ്ങൾ വിശ്വസിച്ചിരുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒന്നും കിട്ടാതെ ഇരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾ വളരെയധികം ചേർത്ത് പിടിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അതും ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ വെറും ഒരു ചോയ്സ് മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ലൈഫിന്, നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷനെ മാറ്റിമറിക്കാനാണെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. കാരണം ഇത്രയും കാലവും നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതേത് രീതിയിലാണേലും, ഫിനാൻഷ്യലായാലും കരിയർ പരമായിട്ടാണേലും ഒരു വ്യക്തിയാലായാലും നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു കാർമിക് സിറ്റുവേഷൻസിനെ ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും എൻഡിങ് ആക്കി കളയാൻ പറ്റുകയും നിങ്ങൾക്കൊരു പുതിയ ലൈഫ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഒരു സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സോഴ്സാണ് ഏറ്റവും ശക്തമായിട്ട് പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് കുതിച്ചു പോകാൻ പറ്റുന്ന ചില സന്ദർഭങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ടും, അതുപോലെ പാസ്റ്റിൽ നിന്നൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം, അതല്ലെങ്കിൽ പഴയ ഒരു റിലേഷനാവാം, നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നു. നല്ലൊരു പാർട്ട്ണറെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് വീണ്ടും ആ ഒരു എനർജി കടന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഏറ്റവും നല്ല ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന ഒരു ബന്ധം നിങ്ങളിലേക്ക് ഇന്ന് വന്നു ചേരും. അതും പാസ്റ്റിൽ നിന്ന് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അത് കാലം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കി തരുന്നതാണ് കേട്ടോ. അതൊരു ഡിവൈൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആണ്, അല്ലെങ്കിൽ ഡിവൈനാണ്. ഒരുപാട് സിറ്റുവേഷൻസുകളെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എങ്കിൽ ഈ ഒരു പെയിൻഫുള്ളായ ഒരു, അതായത് ഇവിടെ ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. ഒരു കാർമിക് സിറ്റുവേഷൻസിനെ അവസാനിപ്പിക്കുന്നു എന്ന് നമ്മൾ കണ്ടപ്പം നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് മറ്റൊരു സിറ്റുവേഷൻസ് അവിടെ ഒരുക്കുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി. ഒരു പെട്ടെന്നൊരു ചേഞ്ചിങ് വരുന്നു.
അതുപോലെ 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇന്ന് വളരെയധികം സന്തോഷം കിട്ടുന്നൊരു ദിവസമാണ്. മറന്ന് സന്തോഷിക്കുന്നു. പുതിയൊരു സിറ്റുവേഷൻസിലേക്ക് പോകാനായിട്ട് ഒന്നെങ്കിൽ ഒരു കുടുംബജീവിതമാകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു സക്സസ്സിലേക്ക് പോകാനായിട്ട് ഇന്ന് നിങ്ങൾ റെഡിയാകുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. മറന്ന് സന്തോഷിക്കുകയും ചില ഫൈറ്റിംഗ് സിറ്റുവേഷൻസ് ഒക്കെ ലൈഫിൽ നിന്ന് അവസാനിക്കുന്നു. ആരോടെങ്കിലുമൊക്കെ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുകയും അതുപോലെ കോൺഫ്ലിക്റ്റ് വളരെയധികം ഇമോഷണലി നമ്മൾ ഒരു അങ്ങോട്ട് എടുത്തടിച്ച പോലൊക്കെ സംസാരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒന്ന് എൻഡിങ് ആക്കുന്ന, അതിനെയൊക്കെ ഒന്ന് ഹീലാക്കി കളഞ്ഞിട്ട് ഇമോഷണലി ഒരു ഹാപ്പിനെസ്സോടു കൂടി തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സഹകരിക്കാനും അതുപോലെ ഒരു പക്വതയോടുകൂടി കാര്യങ്ങളെ കാണാനും സാധിക്കുന്നു. പ്രതീക്ഷയാണ്, സ്കോപ്പാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരുപാട് പ്രതീക്ഷകൾക്കും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പേരും പ്രശസ്തിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ചെറിയ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഏറ്റവും വലിയ എല്ലാവരെയും കാണാനും അത്ഭുതപ്പെട്ടു പോകാനും പാകത്തിനുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരുങ്ങുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ ദ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഫിനാൻസ് പരമായിട്ടാണെങ്കിലും കരിയറിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ നിന്നും ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും, ഒരു ഹെൽപ്പിംഗ് ലഭിക്കുന്നു. അതായത് നിങ്ങളൊരു സ്റ്റക്നെസ്സിൽ നിന്നിരുന്നെങ്കിൽ, ഇമോഷണലി ഒരു പെയിനും മറ്റുമായിട്ടൊക്കെ നിന്നെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ച് നിന്നൊരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇന്നലെ രാത്രികളിൽ നിങ്ങൾ ഉറങ്ങാതെ എന്തോ ഒരു സിറ്റുവേഷൻസിനെ ഭയപ്പെടുന്നുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഫിനാൻസായ കാര്യം ഓർത്തിട്ടാവാം, അതല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, എന്തോ ഒരു കാര്യത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റില്ല എന്നൊരു ഭയത്തോടു കൂടി നിങ്ങൾ ഉറക്കമില്ലാതെ ഇരുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ശരിക്കും ആ ഒരു കാര്യത്തിൽ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു, വളരെയധികം സ്ട്രെസ് അനുഭവിച്ച് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നു. നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ച് കാണും. ഇന്നലെ ഒരുപാട് മനസ്സുരുകി രാത്രിയിൽ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിനായിട്ട് അത് യൂണിവേഴ്സ് തന്നെ ഒരു വ്യക്തിയെ നിയോഗിച്ചതായിട്ടാണ് നമുക്ക് കിട്ടുന്ന എനർജി. ഇമോഷണലി നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന, ഒരു സമാധാനം കിട്ടുന്നൊരു ദിവസമാണ് കേട്ടോ. ഫിനാൻസിലാണെങ്കിലും കരിയറിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് വന്ന് ചേർന്ന് നിങ്ങളുടെ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസിനെ അവസാനിപ്പിച്ച് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു ഉത്കണ്ഠ, ഒരു ഭയത്തെയൊക്കെ നിങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞൊരു സമാധാനം നൽകുന്നതായിട്ടാണ് കാണുന്നത്. ഏതോ 3 കാര്യങ്ങൾ, ഒന്നെങ്കിൽ ഫിനാൻസ്, കരിയർ, ബന്ധം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഒരു 3 കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ഭയപ്പെടുന്നതായിട്ടും അതിനെക്കുറിച്ച് വളരെയധികം ഉത്കണ്ഠപ്പെടുന്നതായിട്ടുമാണ് കാണുന്നത്. ആ ഒരു സിറ്റുവേഷൻസിന് ഇന്ന് നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടും. എന്തു വന്നാലും ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. എല്ലാത്തിലും നമുക്ക് ഇമോഷണലായ കാര്യമാണ് ഏറ്റവും പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇവിടെയും ഒരു വിരസതയാണ്, ഒന്നും വേണ്ട ലൈഫിലേക്കെന്ന് മടുത്തു. ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തും കഷ്ടപ്പെട്ടും മടുത്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും മറ്റൊരു ദിശയിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. അതിൽ നിങ്ങൾ ശരിക്കും ഒരു വിരക്തിയും വെറുപ്പും അനുഭവിക്കുന്നു, എല്ലാത്തിനോടും ഒരു മടുപ്പ് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ കൈകളിൽ കിട്ടുന്ന കാര്യം പോലും നിങ്ങൾക്കത് പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റാതെ മറ്റൊരു ദിശയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സൽ ഒരു തുടക്കം വീണ്ടും വെച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്നു, കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ കയ്യിൽ നിന്നും തട്ടി മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കത് അർഹതയുള്ളതല്ല. അത് കിട്ടിയാലും നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ചെയ്യാൻ പറ്റില്ല. അത് അർഹതയുള്ള വ്യക്തിയുടെ കൈകളിലേക്ക് പോകും, പക്ഷേ നമുക്ക് അർഹമാകുന്ന കാര്യം നമ്മളിലേക്ക് വന്ന് ചേർന്നിരിക്കും. അതിനൊരു മാറ്റവുമില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ പുതിയൊരു തുടക്കം, ഒരു പ്രോഗ്രസ് ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്, ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്ന. ഏസ് ഓഫ് കപ്സ് ആണ്. ഇമോഷണലി പൂർണ്ണത കിട്ടും. ഒരു ഹാർട്ട് ചക്രയൊക്കെ നല്ല രീതിയിൽ വർക്കിംഗ് ആകുന്നുണ്ട്. ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനം നൽകാതെ നിങ്ങളെ ഒരു വേലിക്കെട്ടിൻ്റെ പുറത്ത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ
ഇന്ന് നിങ്ങളെ അവരുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തുമെന്നാണ് കാണുന്നത്. നിങ്ങളെ ഒരു വാല്യുബിളായ വ്യക്തിയാണെന്ന് മനസ്സിലാക്കും. അതുപോലെ ഒരുപാട് ബർഡൻ നിങ്ങൾ ചുമക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, ഒന്നിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് നടക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഒരുപാട് പ്രതിസന്ധികളെ, 5 ഓഫ് വാൻഡ്സ് ആണ്, ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് പോലെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നടത്തുക. നിങ്ങളുടെ ഇന്നർ വോയിസിനോട് നിങ്ങൾ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോകുക. ഏറ്റവും നല്ല ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് കാണുന്നത്. കാരണം എവിടെ പോയാലും ഫൈറ്റിംഗ് എനർജിയാണ്. ആരുടെ സാന്നിധ്യത്തിലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ തടസ്സങ്ങളും അല്ലെങ്കിൽ ഫൈറ്റിങ്ങുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നു എങ്കിൽ അതൊന്നും ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട, അതിനെയൊക്കെ അതിജീവിക്കുക എന്നാണ് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ശക്തനായ ഒരു വ്യക്തിയായിട്ട് പൂർണ്ണതയോടെ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ യൂണിക്കോൺ നമ്മൾക്ക് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കിങ് ഓഫ് ദി യൂണിക്കോൺ എന്നാണ് കേട്ടോ. അതായത് ബ്ലെസ്സിങ്സിനെ സ്വീകരിക്കുക. നിങ്ങൾക്ക് മുന്നിൽ പവർഫുള്ളായ പല സിറ്റുവേഷൻസും വിഷൻസും കാഴ്ചകളും ഉണ്ടാകും. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. അതായത് ഒരു രാജാവിനെ പോലെ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുക, ഏത് സിറ്റുവേഷൻസിനെയും അതിജീവിക്കുക. വിസ്ഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാനും മറ്റുള്ളവരെയും അംഗീകരിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും സ്വീകരിക്കാനും മറ്റുള്ളവരുടെ കുറവുകളെയും നമ്മൾ എന്ത് ചെയ്യുക, വിവേകത്തോടു കൂടി തന്നെ കാണുക, അല്ലാതെ കുറ്റപ്പെടുത്തുക മറ്റൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മളിൽ എല്ലാവരിലും ഒരു പോസിറ്റീവ് എനർജി കാണുക, എല്ലാവരിലും ദൈവത്തെ കാണുക എന്നാണ് നമുക്ക് യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ്. അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരട്ടെ എന്ന് ഞാൻ വളരെയധികം പ്രാർത്ഥനയോടുകൂടി ആഗ്രഹിക്കുന്നു. നമ്മൾ എത്രത്തോളം പോസിറ്റീവായി സിറ്റുവേഷൻസിനെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നുവോ അത്രത്തോളം നമ്മളിലേക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നതിന് ഒരു സംശയവുമില്ല. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. നമ്മളുടേതായ ഒരു കർമ്മ തീരാൻ, നമ്മളിൽ എല്ലാ മനുഷ്യരിലും ചെറിയതായിട്ട് ബാഡ് കർമ്മകൾ ഉണ്ടാകാം, വലുതായിട്ടുണ്ടാകാം. അപ്പോൾ ആ ബാഡ് കർമ്മകളെ അതിജീവിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. എത്ര വലിയ സിറ്റുവേഷൻസിനെയും നെഗറ്റീവായ സിറ്റുവേഷൻസിനെയും അതിജീവിക്കുവാൻ പ്രാർത്ഥനയേക്കാൾ വലിയൊരു ശക്തി വേറെ ഇല്ല എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഗോഡ് ബ്ലെസ് യു.